റേഷൻ വിതരണത്തിൽ മാറ്റം വരുത്തി സർക്കാർ. ഇനി മുതൽ 2 മാസത്തെ റേഷൻ ഒരുമിച്ച് നൽകില്ല. കൂടാതെ നീലക്കാർഡിനുള്ള അധിക വിഹിതവും നിർത്തി. റേഷൻ വിതരണത്തിൽ മാറ്റം വരുത്തി സർക്കാർ. ഇനി മുതൽ 2 മാസത്തെ റേഷൻ ഒരുമിച്ച് നൽകില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ച് നൽകിയിരുന്നു. എന്നാൽ പല താലൂക്കുകളിലെ വിതരണത്തെ ഇത് ബാധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ജൂൺ മുതൽ മുൻകാലങ്ങളിലെ പോലെ തന്നെ 1 മാസത്തെ വിഹിതം മാത്രം നൽകാൻ തീരുമാനമായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷവും വിഷുദിനവും മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ സർക്കാർ കാലത്ത് 2 മാസത്തെ റേഷൻ ഒരുമിച്ച് നൽകിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 3 മാസത്തെ റേഷൻ ഒരുമിച്ച് നൽകാനായിരുന്നു. പക്ഷേ റേഷൻ കടകളുടെ സംഭരണശേഷി കുറവായതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തി 2ആയി കുറച്ചത്. ഇതുകൂടാതെ നീലക്കാർഡിന് നൽകിയിരുന്ന അധിക വിഹിതവും അവസാനിപ്പിച്ചു. അതായത് പതിവ് വിഹിതത്തിനു പുറമെ ഏപ്രിലിൽ 2 കിലോയും മെയ്യിൽ 3 കിലോയും അധിക വിഹിതം നീലക്കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്നു റേഷൻ കടക്കാർ. ഇനി മുതൽ പതിവ് വിഹിതം മാത്രമാണ് നീലക്കാർഡുകൾക്ക് ലഭിക്കുകയുള്ളൂ. അതായത് നീലക്കാർഡിന് 4 കിലോ അരിയായിരിക്കും ലഭിക്കുക. ആട്ട നൽകുന്നത് തുടരുമെന്നും സർക്കാർ അറിയിച്ചു. ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂൺ 2 മുതലാണ് ആരംഭിച്ചത്. ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ അന്ത്യോദയ അന്ന യോജന കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും, മുൻഗണനാ വിഭാഗം, പൊതുവിഭാഗം സബ്സിഡി, പൊതുവിഭാഗം കാർഡുകൾക്ക് ആകെ 0.5 ലിറ്റർ മണ്ണെണ്ണയും, വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ഇപ്പോൾ ലഭിക്കുന്നതാണ്. മാത്രമല്ല ചിലയിടങ്ങളിൽ 2 മാസത്തെ വിഹിതം നൽകാനുള്ള അരി എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. കണക്ക് കൈകാര്യം ചെയ്യുന്നതിലും ആശയക്കുഴപ്പം വന്നു. ഇതെല്ലാം പിന്മാറ്റത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം മൂലം ക്ഷാമമുണ്ടാകാതിരിക്കാൻ കൂടുതൽ ധാന്യം സംഭരിക്കാൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം മാർച്ചിൽ തീരുമാനിച്ചിരുന്നു. FCI ഗോഡൌണുകളിലെ ധാന്യം കൂടുതൽ ഏറ്റെടുത്ത് സംസ്ഥാനങ്ങൾ സ്വന്തം ഗോഡൌണിലേക്ക് മാറ്റാനും നിർദ്ദേശമുണ്ടായിരുന്നു. ധാന്യശേഖരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പുതിയ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.